പുലിയെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം. ഇര തേടി വന്ന പുലി കെണി തേടി വരില്ല. വി ഡി സതീശൻ ഇര തേടി നടക്കുന്ന പുലി തന്നെയാണ്, ഒരു സംശയമില്ല. വി ഡി സതീശൻ ഇരയാകാൻ ഉള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരാണ്. ഭരണം പിടിക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഫുഡ്. വി ഡി സതീശൻ തേടുന്ന ഫുഡ് എന്ന് പറയുന്നത് ഭരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുലിയെ മടയിൽ പോയി കൊല്ലാൻ ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഇടതുപക്ഷത്ത് ആർജവമുള്ള, കരുത്തുള്ള, ആദർശധീരനായ, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, പെരുമാറാൻ അറിയാവുന്ന, ചെന്നു നിന്ന ഇടങ്ങളിലൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ രണ്ട് കണ്ണുകളും തന്നിലേക്ക് ആകർഷിക്കാൻ അത്രത്തോളം ത്രാണിയുള്ള, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ എഴുന്നു നിന്ന് കരുത്തോടെ മുന്നേറാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന അരിയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് ഇച്ചിരി വെജിറ്റബിൾ അരിഞ്ഞിട്ട് വെജിറ്റബിൾ ബിരിയാണി ആക്കി കൊടുക്കാൻ സർക്കുലർ ഇറക്കിയ, അങ്ങനെയല്ല സർക്കുലറെങ്കിൽ പോലും അതാണ് അവർ ഉദ്ദേശിച്ചത്, കുട്ടികളെയും ടീച്ചർമാരെയും ഒരുപോലെ സൂംബ ഡാൻസ് കളിപ്പിച്ച ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം പറവൂരിൽ സ്ഥാനാർത്ഥിയായി വരണം. പറവൂരിൽ ശിവൻകുട്ടി സ്ഥാനാർത്ഥിയായി വന്നാൽ പറവൂരിലെ ജനത ഇരു കൈ നീട്ടി സ്വീകരിക്കും. അവർക്ക് വി ഡി സതീശൻ മറ്റേ പുനർജനി പദ്ധതിയിലൂടെ കുറേ വീടുകളൊക്കെ വെച്ച് കൊടുത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർക്ക് തയ്യൽ മെഷീനുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുത്തെ നഷ്ടം വന്ന കച്ചവടക്കാർക്ക് പണം കൊടുത്ത് ഉപദ്രവിച്ചിട്ടുണ്ട്. വൃത്തികെട്ട കുറേ വീടുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഭാഗങ്ങൾ കൊടുക്കുക. എന്തൊരു മനുഷ്യനാണല്ലോ ഇയാൾ.